ഏഷ്യൻ മാർക്കറ്റുകളും ഗ്ലോബൽ മാർക്കറ്റുകളും മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.1% ഉയർന്ന് ട്രേഡ് ചെയ്യുമ്പോൾ കൊറിയൻ ഇൻഡെക്സ് 0.1% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം US ഇൻഡെക്സുകളൊക്കെ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. S&P 0.6% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.8%, ഡോ ജോൺസ് 0.5% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റം ശക്തമായിരുന്നു. നിഫ്റ്റി 159 പോയിന്റ് ഉയർന്ന് 23,350 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ 7,470 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,203 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുമന്ത് കത്പാലിയയെ നീക്കാൻ തീരുമാനങ്ങൾ നടക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന സ്റ്റോക്ക് ഇന്ന് വോളറ്റൈലാകാനുള്ള സാധ്യതയുണ്ട്. L&T എന്ന കമ്പനി എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് വഴി 12,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി ബാംഗ്ലൂരിലെ എലങ്കയിൽ 10 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തു. ഈ ലാൻഡിൽ നിന്നും 2,500 കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യൽ കമ്പനി പ്രതീക്ഷിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനി കർണാടകയിലെ ചിത്രദുർഗ ബെല്ലാരി REZ ട്രാൻസ്മിഷൻ എന്ന കമ്പനിയെ അക്വയർ ചെയ്തിട്ടുണ്ട്. സംവർധന മദർസൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ CIM ടൂൾസിൽ 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. റിലയൻസ് ഇൻഡസ്ട്രീസ് അതിൻ്റെ സബ്സിഡറി കമ്പനി വഴി നയാൻ ഷിപ്പിങ്ങിൻ്റെ 74% ഷെയറുകൾ 383 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കൊണാർക്ക് അസോസിയേറ്റീവ്സ് എന്ന കമ്പനി ഇർക്കോൺ ഇൻ്റർനാഷണലിനെതിരെ 159 കോടി രൂപയുടെ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് ആർബിട്രൽ ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇർക്കോൺ ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സ് എന്ന കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ 15 ലക്ഷം ബൾക്ക് ലിറ്റർ കപ്പാസിറ്റി കൂടി കൂട്ടിയിട്ടുണ്ട്. REC എന്ന കമ്പനി അതിൻ്റെ ബോറോവിംഗ് തീരുമാനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് മാർച്ച് 26 വിളിപ്പിച്ചു. അദാനി ഗ്രീൻ എന്ന കമ്പനി രാജസ്ഥാനിലെ ബാഡി സീഡ്, കല്യാൺ സീഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കല്യാൺ സീഡ് എന്നീ പേരോടുകൂടിയ 259 മെഗാവാട്ടുള്ള ഒരു സോളാർ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തു. ഇതുവഴി അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ ഓപ്പറേഷണൽ റിന്യൂവബിൾ എനർജി ജനറേഷൻ കപ്പാസിറ്റി 13,091 മെഗാവാട്ടായി ഉയർന്നു കഴിഞ്ഞു. പവർമെക് എന്ന കമ്പനിക്ക് ബെല്ലിൽ നിന്നും 579 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വെൽപ്സൺ കോർപ്പ് എന്ന കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയും നെറ്റ് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയും സ്റ്റേക്ക് സെല്ലിംഗ് നടത്തി 476 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. കരൂർ വ്യാസ ബാങ്ക് എന്ന കമ്പനിക്ക് 160 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 2,471 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡിംഗ് നോട്ടീസാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഓല ഇലക്ട്രിക് എന്ന കമ്പനി S1 Gen 3 സ്കൂട്ടറുകൾ കൊമേഴ്സ്യലി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. പ്രസിഷൻ വയർ എന്ന കമ്പനി കോപ്പർ വേസ്റ്റ്, സ്ക്രാപ്പ് റിഫൈനിങ് എന്നിവയ്ക്ക് വേണ്ടി 188 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നു. NCC എന്ന കമ്പനിക്ക് ബീഹാർ മെഡിക്കൽ സർവീസിൽ നിന്നും 1,480 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനിക്ക് PLI സ്കീമിൻ്റെ സെക്കൻഡ് ട്രഞ്ചായി 30 കോടി രൂപ ലഭിച്ചു. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കുകളെയൊക്കെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.